അമേരിക്ക തുറന്നുവിട്ട ഇരട്ടത്തീരുവ ഭൂതത്തെ കുപ്പിയിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ദൃഢമാക്കി തുടങ്ങുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ചൈനയുമായി ഇന്ത്യ ആരംഭിക്കുന്ന നയതന്ത്ര ഉഭയകക്ഷി ബന്ധവും. അമേരിക്ക ഇന്ത്യക്കെതിരെ ഇരട്ടത്തീരുവ ഭീഷണി പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും തേടിയെത്തിയ ഒരു കത്താണ് ഇതിന്റെയെല്ലാം തുടക്കം. ഒടുവിൽ പരസ്പര ബഹുമാനത്തിന്റെയും താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരവും ദീർഘകാല കാഴ്ചപ്പാടോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ചർച്ചകൾ ഫലപ്രദമായാൽ ഇന്ത്യയുടെ ആനയും ചൈനയുടെ വ്യാളിയും ഒരുമിച്ച് നൃത്തം വയ്ക്കും. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി SCO ഉച്ചകോടിക്കായി ചൈനയിൽ എത്തിയിട്ടുണ്ട്. US സൃഷ്ടിച്ച വ്യാപാര പ്രതിസന്ധികൾക്കിടെ 7 വർഷത്തിന് ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനം. ചൈനയുമായുള്ള ശക്തമായ സുഹൃത്ത് ബന്ധം മേഖലയെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് മോദി ജപ്പാനിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ സമീപകാലത്തെ ഏറ്റവും മികച്ച ബന്ധത്തിലാണ് ഇപ്പോൾ. അതിർത്തി തർക്കത്തിൽ സംഘർഷം പുകഞ്ഞിരുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ മഞ്ഞുരുകലിന്റെ ലക്ഷണം ആരംഭിച്ചത് അമേരിക്കയുടെ ഇരട്ട തീരുവയോടെയാണ്. അമേരിക്ക ഇന്ത്യക്കുമേൽ തീരുവ ചുമത്തിയതോടെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ആപ്തവാക്യം കണക്കിലെടുത്ത് ഇന്ത്യ ചൈനയുമായി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തി തുടങ്ങി. ഇത് അമേരിക്കയ്ക്കും തിരിച്ചടിയായി. പക്ഷേ വസ്തുതാപരമായി പരിശോധിച്ചാൽ ഇന്ത്യയുമായി ചൈന അമേരിക്കയുടെ തീരുവ ഭീഷണിക്ക് മുന്നേ ബന്ധമുണ്ടാക്കി തുടങ്ങിയിരുന്നുവെന്ന് മനസ്സിലാകും. അമേരിക്ക തീരുവ വർധനവ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഒരു കത്തയച്ചു. ഇരു രാജ്യങ്ങളും സൗഹാർദ്ദത്തിലാകേണ്ടതിന്റെയും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചൈനയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധിയെയും കുറിച്ച് ആ കത്തിൽ പരാമർശിച്ചിരുന്നു. ഈ കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിലുമെത്തി. ഈ കത്താണ് ഇന്ത്യ ചൈന ബന്ധം ദൃഢമാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. താരിഫ് വിഷയത്തിൽ ചൈന US ബന്ധം വഷളായിരുന്ന മാർച്ച് അവസാനമാണ് കത്തയച്ചത് എന്ന് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ കഴിഞ്ഞ വർഷം കസാനിൽ വെച്ച് മോദി ചൈനീസ് പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക സാമ്പത്തിക മേഖലയിൽ സ്ഥിരത കൊണ്ടുവരാൻ 2 പ്രധാന സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മോദി ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയും ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രാദേശിക ആഗോള സമാധാനത്തിലും സമൃദ്ധിയിലും നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. മാർച്ച് അവസാനത്തോടെ വന്ന ആ കത്തിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയിലേക്കുള്ള വളത്തിന്റെയും കൂറ്റൻ യന്ത്രങ്ങളുടെയും ഇറക്കുമതിയും ചൈന ഉടൻ തുടങ്ങും. സംഘർഷത്തെ തുടർന്ന് വർഷങ്ങളായി നിർത്തിവെച്ച വിസ നടപടികളും ഇരുഭാഗവും ലഘൂകരിച്ചു. അതിർത്തി സംഘർഷങ്ങളിലും നയതന്ത്ര ചർച്ചകളിലൂടെ മുന്നേറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുകയും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്താൽ അമേരിക്കയുടെ തീരുവ ഭീഷണിയെ ഒരു പരിധിവരെ മറികടക്കാൻ ഇന്ത്യക്കാകും. ഇത് ഇന്ത്യയുടെ വ്യാപാര സൂചികയിൽ പുതിയ മാറ്റങ്ങളും കൊണ്ടുവരും. ഈ നയതന്ത്ര ബന്ധത്തിന്റെ സൂചനകൾ മുൻപും പലപ്പോഴായി ഷീ ജിൻപിങ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആനയും ചൈനയുടെ വ്യാളിയും ഒരുമിച്ച് നൃത്തം വെക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുന്നിലുള്ള ഒരേ ഒരു പോംവഴിയെന്ന് ജിൻപിങ് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ചൈനയ്ക്ക് മേൽ US ഇരട്ട തീരുവ ചുമത്തിയപ്പോഴും ഈ വാക്കുകൾ ആവർത്തിക്കപ്പെട്ടു. ഒടുവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന കുറ്റം ചുമത്തി ട്രംപ് ഇരട്ട തീരുവ ചുമത്തിയതിന് പിന്നാലെ ചൈന നീട്ടിയ സൗഹൃദ സന്ദേശം ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതീകമാണ് ആനയും വ്യാളിയും. സംഘർഷഘട്ടത്തിലും സമാധാന ഘട്ടത്തിലുമെല്ലാം ആനയും വ്യാളിയും രംഗത്തെത്താറുണ്ട്. താരിഫ് ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലെ കൂടിക്കാഴ്ചയിലേക്കാണ് ലോകത്തിന്റെ ശ്രദ്ധ. ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ കൂട്ടായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയും ചൈനയും വ്യാപാര നയതന്ത്ര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് US-നെ അസ്വസ്ഥരാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം ഈ ബന്ധം ഇന്ത്യൻ വിപണിക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുകയും ചെയ്യും.
അമേരിക്കയുടെ ഇരട്ട തീരുവ പ്രാബല്യത്തിൽ വന്ന ശേഷം തുടർച്ചയായ 2 സെഷനുകളിൽ ഇന്ത്യൻ ഓഹരി വിപണി കനത്ത നഷ്ടം നേരിട്ടു. എന്നാൽ ആനയും വ്യാളിയും നൃത്തം വെക്കുമെന്ന വാർത്ത വന്നതോടെ വിപണിയിൽ നേരിയ ഉണർവുണ്ടായി. പക്ഷേ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണർവുണ്ടായത് വിപണി നിരീക്ഷകർ മികച്ച മുന്നേറ്റമായാണ് കണക്ക് കൂട്ടുന്നത്. US-ഉമായി ചർച്ച സാധ്യമാകുമെന്നും അതുവഴി തീരുവത്തർക്കം പരിഹരിക്കാനാകുമെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നതും വിപണിക്ക് ആശ്വാസമാകുന്നുണ്ട്.